ഒരു മഴ, കടലൊക്കെ ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചിട്ടുണ്ട്. ഒരു അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, കടലിൽ പോരുത്, മീൻ പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊന്നും കടലിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഒരാൾ മഴയത്ത് ഓടി വരുന്നുണ്ട്. അയാൾ അവിടെ കാലങ്ങളായിട്ട് ലൈറ്റ് ഹൗസ് നോക്കുന്ന ഒരാളാണ്. ലൈറ്റ് ഹൗസ് പോയിട്ട് ലൈറ്റ് ഇടും. എന്തിനാ ലൈറ്റ് ഹൗസ് യൂസ് ചെയ്യുന്നുണ്ടാവുക? കടലിൽ വരുന്ന കപ്പലുകൾക്ക് ദിശ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അല്ലെങ്കിൽ അവിടെ കൂട്ടിമുട്ടലുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത്രയും മഴ, ശക്തമായ മഴയാണ്, നല്ല കാറ്റുണ്ട്. ആളുകൾ ചോദിക്കുന്നുണ്ട്, ആരും പോയില്ലല്ലോ കടലിലോട്ട്, ആരും മീൻ പിടിക്കാനും പോയില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്ന് ലൈറ്റ് ഇടാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആളത് മറുപടി ഒന്നും കേൾക്കാതെ എന്ത് ചെയ്തു, നേരെ ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി 132 സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആള് ആ മഴ, ശക്തമായ മഴയത്ത് എന്ത് ചെയ്തു, ആ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തിയിട്ട് ലൈറ്റ് ഇട്ടിട്ട് തിരിച്ചു വന്നു. തിരിച്ചിട്ട് വന്നപ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന് ലൈറ്റ് ഇട്ടില്ല എങ്കിൽ നിങ്ങളാരും പോയിട്ടില്ല, നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല, എനിക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇന്ന് ഏതെങ്കിലും ഒരു ചരക്ക് കപ്പൽ ഇവിടെ മഴയുള്ളത് അറിയാതെ വന്നു പോയിട്ട് അവിടെ വരുന്ന ഏതെങ്കിലും പാറക്കെട്ടുകൾക്ക് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന നഷ്ടം എന്താ? ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വലിയൊരു കാര്യം ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് എന്ത് ചെയ്തത്, ആ ലൈറ്റ് ഇടാൻ വേണ്ടി പോയത്. കാരണം അയാളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, ഒരു ജീവനേ ഉള്ളൂ. പക്ഷേ കടലിൽ അഥവാ കൂട്ടിമുട്ടലുകൾ സംഭവിച്ചാൽ ഒരുപാട് ആളുകളുടെ ജീവൻ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളുടെ ഐഡിയകൾ, നമ്മുടെ ആലോചനകൾ, ചിന്തകളൊക്കെ ഒരാളെടുത്ത് മാറ്റം ഉണ്ടാവാം, ഒരാൾക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയാം. ഈ ഒരാൾക്ക് മാറ്റം ഉണ്ടാവുമ്പോൾ ഒരു ടീം അത് ഏറ്റെടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. ആശയങ്ങൾ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും, നേരെ മറിച്ച് കർമ്മപഥത്തിലേക്ക് എത്തിക്കാൻ ആര് വേണ്ടി വരും, ഒരു ടീം വേണ്ടി വരും. അങ്ങനെ ഒരു ടീം, ഒരു സമൂഹം അത് ഏറ്റെടുത്ത് കഴിഞ്ഞാലോ നമ്മുടെ ചരിത്രം തന്നെ നമുക്ക് മാറ്റിയെടുക്കും. ഒരുപാട് സ്റ്റോറികൾ, നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് സ്റ്റോറികൾ നമുക്കറിയാം. ഇങ്ങനെ ചരിത്രങ്ങൾ മാറ്റിയെടുത്ത ഒരു വലിയ തലമുറകനെ പറ്റി, ഒരു സംവിധാനത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ പറ്റിയിട്ട്, അങ്ങനെ വലിയ ചേഞ്ചുകൾ വരുത്താൻ പറ്റുന്ന ഒരു സമൂഹമായിട്ട് മാറണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താ, കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതാണ്.